കൃപ നിങ്ങളുടെ ലൈഫിലെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും ഒരു അത്ഭുതം ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പേഴ്സണൽ ലൈഫിലോ നിങ്ങളുടെ ഫാമിലിയിലോ? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം കൈവിട്ട് പോകേണ്ട ഒരു സമയം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. കാരണം ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ തോമ്പടി താമസിക്കുന്ന സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹാർട്ട് പ്രോബ്ലം ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ തോന്നി. പെട്ടെന്ന് വെട്ടി വേർക്കാൻ തുടങ്ങി. വാഷ്റൂമിൽ പോകണം കണ്ടിന്യൂസ് ആയിട്ട്. പെയിൻ റേഡിയേറ്റ് ചെയ്യണം തുടങ്ങി ബാക്കിൽ കൂടി. ഇപ്പോൾ വൈഫിൻ്റെ അസ്വസ്ഥത കണ്ടിട്ട് പുള്ളിക്കാരത്തി ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി ഇങ്ങനെ മെഡിക്കലിൽ പഠിച്ചിട്ടുള്ളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, നമുക്ക് വേഗം ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് ഫസ്റ്റ് എയ്ഡൊക്കെ തന്ന് ഡോക്ടർ പറഞ്ഞ് വേഗം ഒരു മേജർ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മെഡിക്കൽ ടെസ്റ്റിലോട്ട് വന്നു. അവിടെ ഞാൻ നേരെ കാർഡിയാക് ICUലോട്ടാണ്. ബാക്കി എന്താണ് അത്ഭുതം നടന്നതെന്നുള്ളത് വൈഫ് തന്നെ പറയും. യെസ്. ഞങ്ങൾ ലോക്കലായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഭയങ്കര സീരിയസ് ആണ്, ഇത് ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഒരു ഉറപ്പുമില്ല. പക്ഷേ അവർ ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് തന്നിട്ട് ഞങ്ങൾ വേഗം ആംബുലൻസിൽ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വിട്ടു. പക്ഷേ എൻ്റെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇരുന്ന് വെച്ചു. എനിക്കെന്തോ എൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ ജപമാലൊക്കെ ചൊല്ലി എന്നോട് ആരുമല്ല ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പുറകെ നിന്നിട്ട് നോക്കുന്നത് തന്നെയാണ്. ഞാൻ കരയുന്നുണ്ടാ, ഞാൻ ഡെസ്പാവുന്നുണ്ടാ. പക്ഷേ ഞാൻ കൂളായിട്ട് ഇരിക്കണ കാരണം കൊണ്ട് ഹസ്ബൻഡും വലിയതായിട്ട് ടെൻഷൻ എടുത്തില്ല. ഞങ്ങൾ അവിടെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഉടനെ ഹസ്ബൻഡിനെ ആൻജിയോഗ്രാം ചെയ്ത് അതൊക്കെ ഞങ്ങൾക്ക് ഒരു നോർമലായിട്ടാണ് തോന്നിയത്. പക്ഷേ അതൊരു വലിയൊരു സംഭവമായിരുന്നു. ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തിച്ച് കറക്റ്റ് ടൈമിന് ഇതിന് ഞങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റി, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റി, കറക്റ്റ് ടൈമിൽ സ്റ്റെൻറ്റ് ഇടാൻ പറ്റി. അപ്പോൾ ഇത് ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്താണെന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. കാര്യം നമുക്ക് കൊറോണ ടൈമാണ്, നമുക്ക് എല്ലാം ദൈവം എല്ലാം ക്രമീകരിച്ച് തന്നു. നമ്മളൊരു സഹനത്തോടെ കൂടെ കൊണ്ടുപോയി. ജസ്റ്റ് ദൈവം നോക്കുന്നതെന്ന് നമ്മൾ ആ സമയത്തും ദൈവത്തെ തള്ളി പറയോ ഇല്ലേ എന്ന് നോക്കുന്നത്. പക്ഷെ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഈശ്വരനെ വിളിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാലയും ചൊല്ലി ഞങ്ങൾ 3-ാമത്തെ ദിവസം റൂമിലേക്ക് മാറ്റി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ജപമാല ചൊല്ലി. മറ്റുള്ളവർ വിശ്വസിക്കാമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് മാതാവിൻ്റെ നല്ല സുഗന്ധം എനിക്ക് കിട്ടിയ റൂമിൽ. ഇത് എത്രത്തോളം പുറത്തുള്ള ആൾക്കാർക്ക് വിശ്വസിക്കുന്ന അറിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് ശരിക്കും എനിക്ക് പ്രസൻസ് തന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് ഹസ്ബൻഡിന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഹാർട്ട് ഫെയിലിയർ വന്നു. അതും ഭയങ്കര വലിയ ലെവലിൽ തന്നെ, ഒന്നും ചെറുതായിട്ടൊന്നും തന്നിട്ടില്ല, എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പോഴും ഞങ്ങളുടെ ഈശോനെ ഞങ്ങൾ മഹത്വപ്പെടുത്തി. ഞങ്ങൾക്ക് സഹനം തരുമ്പോൾ ഞങ്ങൾ ഈശോനെ മഹത്വപ്പെടുത്തി, ഞങ്ങൾ നന്ദിയും പറഞ്ഞു. പക്ഷെ ഈശോ അത് വെറുതെ പുഷ്പം പോലെ ആക്കിയേക്കാണ്. ഹസ്ബൻഡ് ഈ സൗത്ത് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുന്നത്, എസ്പെഷ്യലി കൊറോണ ടൈം ആണെങ്കിലും ഈ ഹാർട്ട് ഫെയിലിയറും ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എക്സ്റ്റെൻസീവ് ട്രാവലിംഗ് ആണ്. പക്ഷെ ഒരു കുഴപ്പം ഇല്ലായിട്ടില്ല. എനിക്കൊരു ടെൻഷനും ഇല്ല ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈശോ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇനി ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് വല്ല ട്രെയിനിലൊക്കെ വെച്ച് വല്ല അറ്റാക്കൊക്കെ വന്നാൽ ആരും ഉണ്ടാവില്ല സഹായിക്കാൻ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല.